എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനിട്ട ഫേസ് മസാജിന്റെ ബാക്കി മസാജിങ് സ്റ്റെപ്പുകളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റെപ്പ് എയും ബിയും സിയും ആണ് പഠിച്ചത്. അതിലെ കുറച്ച് സ്റ്റെപ്പുകളുമാണ് പഠിച്ചത്. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കി സ്റ്റെപ്പുകളാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് കുറച്ച് ഭംഗിയായിട്ടിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം എന്നൊക്കെ ഉള്ളവരും ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഫേസ് മസാജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഫേസ് മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുക, അങ്ങനെ നമ്മുടെ ഫേസ് നല്ല പ്ലംബി ആയിട്ടിരിക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആയി പോകാനും അതുപോലെ തന്നെ പ്രീ ഏജിങ്ങിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനും ഒക്കെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് മസാജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതായത് ഏതാനും സ്റ്റെപ്പുകളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതിന്റെ ബാക്കി സ്റ്റെപ്പുകളാണ് ഇന്ന് പറയുന്നത്. അപ്പം കണ്ടിട്ടില്ലാത്തവര് അതും കൂടെ കണ്ടു നോക്കിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡി ആണ്. അത് നമ്മുടെ ഐസ് മസാജ് ആണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈല്, ലാപ്ടോപ്പ്, TV അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐയുടെ ചുറ്റിനും ഡാർക്ക് സർക്കിള് അതുപോലെ പഫ്നെസ് ഒക്കെ വരാനായിട്ട് വളരെ സാധ്യത കൂടുതലുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഐ മസാജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഐ മസാജ് ചെയ്യാം. ഇതിൽ 4 സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് മസാജ് വിത്ത് 4 ഫിംഗർ ഇൻ സർക്കുലർ മൂവ്മെന്റ് അറൌണ്ട് ദി ഐസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ 4 ഫിംഗർ വെച്ചിട്ട് നമ്മള് ഐസിന്റെ ചുറ്റിനും ഇങ്ങനെ വട്ടത്തില് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് പാർലറിൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് അപ്പൊ നമുക്ക് ചെയ്യണ സമയത്ത് നമുക്കത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ വട്ടത്തിൽ, അതായത് നമ്മുടെ ഈ 4 ഫിംഗർ കൊണ്ട് ഇങ്ങനെ വട്ടത്തില്, അതായത് നമ്മൾ ഐയുടെ ചുറ്റിനും മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഐയുടെ ചുറ്റിനുള്ള നെർവ്സും അതേപോലെ സ്കിന്നൊക്കെ വളരെ ഡെലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പതുക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ സർക്കുലർ. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ക്രീമോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കൈ മൂവ് ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം റൊട്ടേറ്റിംഗ് ദ ഐബോൾസ് വിത്ത് റിംഗ് ഫിംഗർ. റൊട്ടേറ്റിംഗ് ദ ഐബോൾസ് വിത്ത് റിംഗ് ഫിംഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ആയിട്ട് നമ്മുടെ ഫേസിന് ചുറ്റും ഫിംഗർ കൊണ്ട് മാത്രം ചെയ്യേണ്ട വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരുന്നില്ല. റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിംഗറിനെല്ലാം ഒരു പ്രഷർ ഉണ്ട്. അപ്പൊ ആ പ്രഷറിൽ ഏറ്റവും കുറവ് പ്രഷർ വരണത് നമ്മുടെ ഫേസിലേക്ക് റിംഗ് ഫിംഗറിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐസിനും ഐബോളിനെയും ഒക്കെ അത് ഹാം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിംഗ് ഫിംഗറും കൊണ്ട് ഐസ് മസാജ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് പറഞ്ഞിരിക്കുന്നത് റൊട്ടേറ്റിംഗ് ദ ഐബോൾസ് വിത്ത് റിംഗ് ഫിംഗർ എന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ റിംഗ് ഫിംഗർ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കണ്ണടച്ച് പിടിച്ചിട്ട് കണ്ണിന്റെ പോളയില് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പൊ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്. 4 ഫിംഗർ വെച്ചിട്ട് കൈ ഇങ്ങനെ ഐസിന് ചുറ്റും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിംഗ് ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഐ ബോൾ ഒന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് അയൺ ഔട്ട് ദ ഐലിഡ് S&8 സ്ട്രോക്ക് അറൌണ്ട് ദ ഐലിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ റിംഗ് ഫിംഗർ കൊണ്ട് നമ്മുടെ ഐബോൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അയൺ ഔട്ട് ദ ഐലിഡ്സ്. അപ്പൊ നമ്മൾ ഈ 2 ഫിംഗർ വെച്ചിട്ട് അയൺ ഔട്ട് ദ ഐലിഡ്സ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ ഈ റിംഗ് ഫിംഗർ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് കംപ്ലീറ്റ് ആവാത്ത ഒരു ഫീല് വരാറുണ്ട്. അപ്പൊ എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അയൺ ഔട്ട് ചെയ്യുമ്പോൾ ഈ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അയൺ ഔട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ അയൺ ഔട്ട് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് S&8 നമ്മുടെ ഈ ഐസിന് ചുറ്റും ഇങ്ങനെ പതുക്കെ
ഒക്കെ എസ് എഴുതുന്നത് പോലെ 8 എഴുതുന്നത് പോലെ ചുറ്റിനും, അതായത് നമ്മുടെ കണ്ണിന് താഴെ കണ്ണിന്റെ മുകളിലും എങ്ങനെയാണോ എസ് എഴുതുന്നത്, എങ്ങനെയാണോ നമ്മൾ 8 എഴുതുന്നത്, അതുപോലെ തന്നെ എസ് ആൻഡ് 8 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എസും 8ഉം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ എഴുതുക. അപ്പൊ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്തത് നോക്കാം. ഇപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ബിഗ് എസ് ആൻഡ് 8 എഴുതുവാണ് നമ്മുടെ 2 കണ്ണിന്റെ ചുറ്റിനും. അതായത് ഈ ലെഫ്റ്റ് ഐയുടെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടോ, ഇതിങ്ങനെ തിരിച്ച് ഇതിലേക്കൂടെ കയറിപ്പോയിട്ട് ഇങ്ങനെ വരണം. ബിഗ് എസ് ആൻഡ് 8 സ്ട്രോക്ക് എന്നാണ് പറയണത്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് നമ്മള് ഈ ലെഫ്റ്റ് ഐയുടെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ, അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ. അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കപ്പിംഗ് ദ ഐസ് എന്നാണ്. അപ്പൊ നമ്മള് ഐസ് കപ്പ് ചെയ്യണത് നമ്മുടെ കൈ ഈ 4 ഫിംഗറും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി പിടിച്ചിട്ടാണ് നമ്മൾ കപ്പ് ചെയ്യണത്. അതായത് കപ്പിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണിതാ, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണതാണ്. അപ്പം പറഞ്ഞേക്കുന്നത് കപ്പിംഗ് ദ ഐസ് വിത്ത് ലൈറ്റ് വൈബ്രേഷൻ ആണ്. അതായത് പറഞ്ഞിരിക്കുന്നത് കപ്പിംഗ് ദ ഐസ് വിത്ത് ലൈറ്റ് വൈബ്രേഷൻ. അപ്പൊ നമ്മളിങ്ങനെ കപ്പ് ചെയ്യണ സമയത്ത് ചെറുതായിട്ട് നമ്മുടെ ഈ ഫിംഗർ ഇവിടെ ഒന്ന് അനക്കി കൊടുക്കുക, പിന്നെ എടുക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അയൺ ഔട്ട് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഐയുടെ മസാജിങ് തീരും. പിന്നെ ഇതിനിടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ ജനറൽ സ്ട്രോക്ക് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളത് ഫേഷ്യൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യണത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്യണ സമയത്ത്, ഐസൊക്കെ മസാജ് ചെയ്യണ സമയത്ത് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ അവസാനം വീഡിയോ തീരണ സമയമാകുമ്പോൾ ഞാനെല്ലാം ടോട്ടൽ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഐയുടെ നമ്മൾ കഴിഞ്ഞതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നമ്മുടെ 4 ഫിംഗർ വെച്ചിട്ട് ഐയുടെ ചുറ്റിന് നമ്മളിങ്ങനെ മസാജ് ചെയ്തു. അതിനുശേഷം റിംഗ് ഫിംഗർ വെച്ചിട്ട് ഐ ബോള് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഐ ഇങ്ങനെ അയൺ ഔട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എസ് ആൻഡ് 8 സ്ട്രോക്ക് നമ്മൾ കണ്ണിന് ചുറ്റും ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്തത് ബിഗ് എസ് ആൻഡ് 8 നമ്മുടെ 2 കണ്ണിനും പിരികത്തിനും ഇടയിൽ കൂടെ ഇങ്ങനെ ബിഗ് എസ് ആൻഡ് 8 എഴുതി കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെറിയൊരു വൈബ്രേഷനോട് കൂടിയിട്ട് നമ്മളിങ്ങനെ കണ്ണ് കപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതായിരുന്നു ഐ മസാജ് 4 എണ്ണം ഉണ്ടായിരുന്നത്. അപ്പൊ അത് 4 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് സ്റ്റെപ്പ് ഈ ഐബ്രോസ് ആണ്. അപ്പോൾ ഐബ്രോസും ഇതുപോലെ നമ്മുടെ ഐബ്രോസ് ഒക്കെ പൊഴിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തിക്കായിട്ട് ഗ്രോ ചെയ്യാനും ഒക്കെ നമ്മൾ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ഐബ്രോസിലേക്കും എന്താവും, ബ്ലഡ് ഫ്ലോ നന്നായിട്ട് വരികയും ഐബ്രോസ് പൊഴിഞ്ഞു പോകാതെയും അത് തിക്കായിട്ട് ഗ്രോ ചെയ്യാനും അതുപോലെ നമ്മുടെ ഐബ്രോസിന്റെ ആർച്ച് കറക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ടും ഒക്കെ അത് നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പോൾ നമുക്ക് ഐബ്രോസ് മസാജ് നോക്കാം. അപ്പൊ ഐബ്രോസിലെ ഒന്നാമത്തെ മസാജ് എന്ന് പറയുന്നത് അയൺ ഔട്ട് ആണ്. അയൺ ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ ഇവിടെ മുതൽ ഇങ്ങനെ അയൺ ചെയ്ത് വിടുക. അയൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ വിടുക. ഇതാണ് അയൺ ഔട്ട് ദ ഐബ്രോസ്. ഇത് ഇങ്ങനെയാണ് അയൺ ഔട്ട് ദ ഐബ്രോസ്. ഇനി രണ്ടാമത്തെ മസാജ് എന്ന് പറയുന്നത് പിഞ്ചിങ് ആണ്. അതായത് നമ്മൾ പിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നുള്ളുക, അതല്ലേ, നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് ഐബ്രോയുടെ ആ ഷേപ്പിൽ നമ്മളിങ്ങനെ പതുക്കെ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് വിടുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് ഇങ്ങനെ വിടുക. അപ്പൊ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനിയിപ്പോ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. അപ്പൊ അടുത്തത് ഐബ്രോസിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പ് ലിഫ്റ്റിംഗ് ദ ഐബ്രോസ് ജെന്റിലി വിത്ത് ഇൻഡെക്സ് ഫിംഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് നമ്മൾ നമ്മുടെ ഐബ്രോസിനെ അപ്പ് ലിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ചെയ്യണം. അത് നമുക്ക് ഇങ്ങനെ ചെയ്ത് 2 വശത്തുനിന്നും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പൊ നമ്മള് ഓർക്കുക, എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 4 പ്രാവശ്യമൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതായിരുന്നു അപ്ലിഫ്റ്റിംഗ് ദ ഐബ്രോസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് 4ാമത്തെ സ്റ്റെപ്പാണ്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിസ് ക്രോസ് വിത്ത് ബോത്ത് ഇൻഡെക്സ് ഫിംഗർ ഇൻ ബിറ്റ്വീൻ
ടു ഐബ്രോസ്. അതായത് നമ്മുടെ 2 ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഐബ്രോസിന്റെ നടുക്ക് ക്രിസ് ക്രോസ് ആകൃതിയിൽ മസാജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഐബ്രോസ് അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ക്രിസ് ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് നമ്മൾ മസാജ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ 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 ചെയ്യാം. അപ്പൊ ഇതായിരുന്നു ഐബ്രോസിന്റെ 4 സ്റ്റെപ്പുകൾ. അപ്പൊ ഐബ്രോസിന്റെ 4 സ്റ്റെപ്പുകൾ ഒന്നും കൂടി പറഞ്ഞുതരാം. അയൺ ഔട്ട് ദ ഐബ്രോസ്, അതിനുശേഷം പിഞ്ചിങ്, അതിനുശേഷം അപ്ലിഫ്റ്റിംഗ് ദ ഐബ്രോസ് വിത്ത് ഇൻഡെക്സ് ഫിംഗർ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ക്രിസ് ക്രോസ്. അപ്പം ഈ 4 സ്റ്റെപ്പുകളുമാണ് നമ്മുടെ ഐബ്രോസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് സ്റ്റെപ്പ് ഡിയും സ്റ്റെപ്പ് ഇയും ആണ്. അതായത് ഐയും ഐബ്രോസും ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോ അടുത്ത് ഇനിയിപ്പോ നമുക്ക് പഠിക്കാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ ഹെഡും അതുപോലെ തന്നെ നെക്കും ആണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയണത് ഒരു പക്ഷേ എല്ലാവരും കേട്ടെന്ന് വരുമല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇതിന്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഞ്ഞു വീഡിയോസ് ആയിട്ട് പോവാം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പൊ അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം. കുറേശ്ശെ പഠിക്കുവാണെങ്കിലും നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനും അതുപോലെ തന്നെ ചെയ്യാനായിട്ടും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഐ മാത്രം മസാജ് ചെയ്യണ്ടെങ്കിൽ ഐ മാത്രം ചെയ്യാം, കവിള് മാത്രം മസാജ് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമില്ല. ആ കൂടത്തിൽ ജനറൽ സ്ട്രോക്കും കൂടി ഒന്ന് ചെയ്തു പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് എല്ലാ ദിവസവും ചെയ്യാവോ എന്നുള്ളത്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം എന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു പ്രായമൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും മസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പൊ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.